പെട്ട സാധനം ഗൈസ്. നമ്മളിന്ന് ഇതിൻ്റെ അടുത്തൊക്കെ നോക്കി ഒന്നും കണ്ടില്ല കേട്ടോ. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ നോക്കാം. ഇത് ഫുള്ള് കാര്യമാണ്. ഗൈസ് ഒരു കാർ സ്റ്റീരിയോ ആണ് തോന്നുന്നു. പെട്ട സാധനം ഗൈസ്. പൊളി കേട്ടോ ഗൈസ്. ഒരു അടിപൊളി CD ഡ്രൈവ് ആണ് തോന്നുന്നു. ഒരു നല്ല വെയിറ്റാണ്. കിട്ടില്ല സാധനം ഒരിക്കലും ഇത് വർക്കായ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഇത് നമുക്ക് ആദ്യം പവർ കൊടുത്ത് നോക്കാം, എന്നിട്ട് സ്പീക്കറൊക്കെ കണക്ട് ചെയ്താൽ മതി. പവർ കൊടുത്തിട്ട് ഒന്നും ആകുന്നില്ല, വർക്കാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്പീക്കർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പവർ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലീൻ ചെയ്തപ്പോൾ സാധനം കിട്ടില്ലെന്ന് നോക്കിയാൽ. ഫ്രണ്ടൊക്കെ സൂപ്പർ കേട്ടോ. ഇതൊക്കെ നോബൊക്കെ സൂപ്പറായിട്ടാണ് വർക്കാകുന്നത്. പക്ഷെ സംഭവം കണ്ടിട്ട് എനിക്കിത് വർക്കാകുമെന്ന് തോന്നുന്നില്ല, കാരണം അല്ലെങ്കിൽ ഇത് കൊണ്ട് ഇങ്ങനെ കളയില്ല. അപ്പോൾ ഇത് നമ്മളൊരു 12 വോൾട്ട് DC അഡാപ്റ്റർ ഉണ്ടാക്കിയതുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ കണക്റ്റിൽ നിന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഓൾറെഡി. ഈ വയർ പോസിറ്റീവാണ്. ഈ റെഡും ഈ ഒരു യെല്ലോയും ചേർന്നാണ് പോസിറ്റീവ് വരുന്നത് കേട്ടോ. അതിലേക്ക് ഇത് കൺട്രോളിട്ട് B+, ഇത് തന്നെയാണ് പോസിറ്റീവ്. ഈ ഒരു ബ്ലാക്കാണ് നെഗറ്റീവ് കേട്ടോ. ഓക്കെ, ഇത് ഇലുമിനേഷൻ്റെ ലൈറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോസിറ്റീവ് കൊടുക്കുകയാണ്. ഓക്കെ, നെഗറ്റീവ് നമ്മൾ ബ്ലാക്കിലേക്കും കൊടുത്തു. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് വരുന്നുണ്ടോ നോക്കാം. ഗൈസ്, പവർ നമ്മൾ ഞെക്കി പിടിക്കുന്നത് ഇവിടെ ജസ്റ്റ് കാണണ്ടോ അറിയില്ല, ഒരു ലൈറ്റ് വന്നിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. അതായത് ഓണാകുന്നില്ല, ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യാണ്. ഇവിടെ ഈ ഇത്രയും ഭാഗം ഒന്ന് ബ്ലിങ്ക് ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ വഴിയില്ല കണ്ടോ, ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ടാണ് കാണുന്നത്. ഇവിടെ ബ്ലിങ്ക് ചെയ്യണം, ഇത് ഓണാകുന്നില്ല ഗൈസ്. ഇതെന്താ ഡ്രൈവ് വന്നു. ആക്ച്വലി ഈ ഒരു ഇതൊരു സ്ക്രീനാണ്. ഇത് പുറത്തോട്ട് വന്ന് ഇങ്ങനെ നിൽക്കും, അങ്ങനത്തെ ഒരു ടൈപ്പ് സെറ്റാണിത്. ഇപ്പോൾ സംഭവം ഇത് വർക്കിംഗ് അല്ല, അതാണിത് കളഞ്ഞിരിക്കുന്നത്. അല്ല, കാരണം ഇതിൻ്റെ പാർട്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല എവിടെയും. ഓക്കെ, അപ്പോൾ എല്ലാതും നമുക്ക് മാക്സിമം ഒരു 95% നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സ്. ചിലപ്പോൾ ഇതും പറ്റുമായിരിക്കാം, പക്ഷേ ബോർഡ് മൊത്തം ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പാർട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിതിന് നിൽക്കുന്നില്ല കേട്ടോ ഗൈസ്. നമുക്ക് അത്രയും ഫണ്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ശ്രമം ഇവിടെ വെച്ച് ഉപേക്ഷിക്കാൻ കേട്ടോ. ബൈ.